ഹലോ ഗൈസ്, എന്തൊരു വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്കിവിടെ ഒരു അക്കോമഡേഷൻ കണ്ടെത്താന്നുള്ളതാണ്. ഞാനിപ്പോൾ ഏകദേശം ഒരു മൂന്നാമത്തെ അക്കോമഡേഷനാണ് ഇവിടെ ചേഞ്ച് ചെയ്യുന്നത്. സോ ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടി എങ്ങനെയാണ് ഇവിടെ അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയൊക്കെ റേഞ്ചിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഫർവാനിയയിലാണ്. ഞാൻ നേരത്തെ അബ്ബാസിയയിലായിരുന്നു, പിന്നെ അതിന് മുന്നേയും ഫർവാനിയയിൽ തന്നെയായിരുന്നു. സോ നിങ്ങൾ എടുക്കുന്ന ഏരിയ അനുസരിച്ചിട്ടും ഇതുപോലെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി മീൻസ് നമ്മളുടെ എന്താ പറയാ അക്കോമഡേഷന്റെ റേറ്റ്സ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യും കേട്ടോ. സോ അപ്പോൾ നിങ്ങളൊരു സിംഗിൾ ആളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ബെഡ് സ്പേസ് ആണ് വേണ്ടതെങ്കിൽ, ഇപ്പൊ ഞാനൊക്കെ ബെഡ് സ്പേസ് ആണ് നിൽക്കുന്നത്. ബെഡ് സ്പേസ് എന്ന് ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബെഡ് കിട്ടും, പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ ഒരു കിച്ചണും സൗകര്യങ്ങളും ഹാളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ്സ് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വന്നിട്ട് 1 BHK അവൈലബിൾ ആണ്, 2 BHK ഒക്കെ അവൈലബിൾ ആണ്. ഫാമിലി ആണോ അല്ലെങ്കിൽ സിംഗിൾ ആണോ എന്നുള്ള കാര്യം ഡിപ്പെൻഡ് ചെയ്തിരിക്കും എല്ലാ കാര്യങ്ങളും. അപ്പൊ ഇപ്പോ ഞാൻ ഇവിടെ സിംഗിൾ ആയിട്ടാണ് നിൽക്കുന്നത്. നമുക്കിങ്ങനെ കണ്ടെത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വേണ്ടതെന്ന് പറഞ്ഞൊരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആണ് ആദ്യം തന്നെ വേണ്ടത്. സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഉദ്ദേശിച്ചത് ഇപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരന്മാരോ ആരെങ്കിലൊക്കെ എവിടെയെങ്കിലൊക്കെ ആയിട്ടും നിൽക്കുന്നുണ്ടാവും. സോ അവരോടൊക്കെ എപ്പോഴും കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക, എവിടെയൊക്കെയാണ് നല്ല റൂമുകൾ കാര്യങ്ങളൊക്കെ ഉള്ളതെന്നുള്ള രീതിയിൽ. പിന്നെ എപ്പോഴും റൂം എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്ത് പോവാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു റൂമാണ് വേണ്ടത്. ഇപ്പോൾ ഒരു റൂമായിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ ഒരു സിംഗിൾ റൂം ഉണ്ടാവും, പിന്നെ കോമൺ കിച്ചണും കോമൺ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂമിൽ 3 പേര് വെച്ചാണ് നിൽക്കുന്നത്. സോ അതിനനുസരിച്ചുള്ള റേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടും എനിക്ക് ഉണ്ടാവുള്ളൂ. സോ നിങ്ങൾക്ക് ഏത് റൂമാണ് ഇപ്പോൾ നിങ്ങൾക്ക് സിംഗിൾ ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ അങ്ങനെ സെർച്ച് ചെയ്യേണ്ടി വരും. ഇപ്പൊ സിംഗിൾ റൂമിന് അത്യാവശ്യം എന്താ പറയുക വലിപ്പമുള്ള റൂമിനൊക്കെ ഒരു സിറ്റി സൈഡൊക്കെ വരുമ്പോൾ നല്ല റേറ്റ് കാര്യങ്ങളൊക്കെ വരും. ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഒരു ബെഡ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂമിന് ഞങ്ങളിപ്പോൾ 3 പേരുണ്ട്. അപ്പൊ റൂമിന് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 120 KD ആണ്, 120 KD ആണ്. നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 35,000 റുപ്പീസൊക്കെ വരും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. സോ അത് ഞങ്ങൾ ഷെയർ ഇട്ടാണ് കൊടുക്കുന്നത്. 3 പേര് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 40 KD വെച്ചാണ് ഒരാൾക്ക് വരുന്നത്. അപ്പൊ അതിൽ എല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും കേട്ടോ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ കറണ്ട്, ഇലക്ട്രിസിറ്റി, പിന്നെ വെള്ളം, അതൊക്കെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഈ പറഞ്ഞ എല്ലാത്തിലും ഇൻക്ലൂഡഡ് ആണ്. മെയിൻ്റെനൻസ് ഒക്കെ ആണെങ്കിലും അവർ ചെയ്തോളൂ, നമ്മൾ അതിന്റെ റിസ്ക് കാര്യങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. സോ എനിക്ക് വരുന്ന റേറ്റ് 40 KD ആണ്. അപ്പൊ ഇതിന് മുന്നേ ഞാൻ അബ്ബാസിയിൽ താമസിച്ചിരുന്നപ്പോഴും അതും ഒരു സിംഗിൾ റൂം ആയിരുന്നു. അതിന് എനിക്ക് വരുന്നത് 35 KD ആണ്. സോ അബ്ബാസിയിൽ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞത് കുറച്ച് ഉള്ളേരിയാണ്. സോ എല്ലാ കാര്യങ്ങളും നമുക്ക് അങ്ങനെ കിട്ടണം എന്നില്ല. നമ്മൾ ഉള്ളിലേക്കൊക്കെ പോകുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സിറ്റി സൈഡ് അല്ല, ഈ പറഞ്ഞ കുറച്ച് ഉള്ളിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ല വലിയ ഫ്ലാറ്റ്സ് ഒക്കെ കിട്ടും. പഴയ ഫ്ലാറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല വലിയ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ പുതിയ മാറിയേക്കുന്ന ഫ്ലാറ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുതിയ ഫ്ലാറ്റാണ്. സോ അതിൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ ചെറിയ റൂമായിരിക്കും, എല്ലാം ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താ സിറ്റി സൈഡിലായിരിക്കും. സിറ്റി സൈഡാകുമ്പോൾ എന്തും ഇപ്പോൾ വാങ്ങാൻ പുറത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് വാങ്ങാനാണെന്നുണ്ടെങ്കിലും എളുപ്പമായിരിക്കും. നെസ്റ്റോ അതുപോലെ തന്നെ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ്സ് ഒക്കെ എല്ലാം തൊട്ടടുത്ത് തന്നെയുണ്ട്. സോ അങ്ങനെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിറ്റി സൈഡാണ് കുറച്ചും കൂടി നല്ലത്. ഇനി നിങ്ങൾക്ക് കുറച്ച് നല്ല സ്പേഷ്യസ് ആയിട്ട് റൂം കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉള്ളേരിയ ആയിരിക്കും. ഈ പറഞ്ഞ പോലെ മഹബൂള അങ്ങനത്തെ കുറെ ഉള്ളേരിയകളൊക്കെ ഉണ്ട്. സോ അവിടെയൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള റേറ്റ് കാര്യങ്ങളിലുള്ള സംഭവങ്ങൾ നമുക്ക് കിട്ടും. സോ ഇതൊക്കെ ഓരോരുത്തർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. സോ ഇനി എങ്ങനെയാണ് നമുക്കിത് കണ്ടെത്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ മെയിനായിട്ട് ഇത് നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡുബിസൽ എന്ന് പറയുന്ന ഒരു OLX പോലത്തെ ഒരു ആപ്ലിക്കേഷനാണ്. RORS പോലത്തെ അല്ല, സോറി, ഇവിടുത്തെ OLX ആണ്. പണ്ടത്തെ OLX ഇപ്പൊ പുതിയതായിട്ട് അവർ ഡുബിസൽ എന്നാണ് പേരിട്ടത്. അപ്പൊ ഡുബിസലിൽ നമുക്ക് നോക്കാൻ പറ്റും എവിടെയൊക്കെയാണ് റെന്റ് കാര്യങ്ങളുള്ളത്. പിന്നെ ഇന്ത്യൻസ് ഇൻ കുവൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു വെബ് പേജ് ഉണ്ട്, ഒരു ഫേസ്ബുക്കിലൊരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് വേണ്ട നെറ്റ്വർക്കിംഗ് ആണ്. നെറ്റ്വർക്കിംഗ് ഞാൻ ആൾക്കാരോട് ചോദിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മുടെ നിൽക്കുന്ന ആൾക്കാരോട് ചോദിക്കുക എവിടെയെങ്കിലും ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക. സോ അവർ മൂലം നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെ വേക്കൻസി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ റൂം മാറുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഡ്രസ്സ് ചേഞ്ച് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ്.
ആസ് പെർ റൂൾ അനുസരിച്ചിട്ട് നമ്മളിപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഫർവാനിയാണ്. അപ്പോൾ എൻ്റെ അഡ്രസ്സ് ശരിക്കും എൻ്റെ സിവിൽ ഐ ഡിയിലെ അഡ്രസ്സ് ഫർവാനിയെ തന്നെയാണ്. സോ നമ്മൾ ഫർവാനിയെ തന്നെ മാറുവാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ല. പക്ഷെ ആസ് പെർ കുവൈറ്റ് റൂൾ അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അഡ്രസ്സ് മാറുമ്പോൾ നമ്മുടെ ഈവൻ ഫ്ലാറ്റ് നമ്പറിന്റെ ഫ്ലാറ്റ് വരെ മാറുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സിവിൽ ഐ ഡിയിൽ മീൻസ് മാറ്റണം എന്നാണ് അവർ പറയുന്നത്, ചേഞ്ച് ചെയ്യണം എന്നാണ് പറയുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞ പോലെ നിങ്ങളൊരു ഫ്ലാറ്റിൽ വന്നു, അതിനുശേഷം നിങ്ങളൊരു ഫ്ലാറ്റ് മാറി എന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഫ്ലാറ്റ് മാറിയിട്ട് നിങ്ങൾ മാറ്റിയില്ല, അഡ്രസ്സ് മാറ്റിയില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ നിൽക്കുന്ന ഇപ്പൊ കറന്റ് നിൽക്കുന്ന ഫ്ലാറ്റിൽ നിങ്ങൾ നിന്നുകൊണ്ടിരിക്കുകയാണ്. പഴയ ഫ്ലാറ്റ് വല്ല ഡെമോളിഷ് ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊളിച്ചു കളഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സിവിൽ ഐ ഡി എടുക്കാൻ വേണ്ടി, അടുത്ത വിസ റിന്യൂവൽ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അതിൽ അഡ്രസ്സ് ഇല്ല എന്ന് പറഞ്ഞ് കാണിക്കും. സോ അത് ഭയങ്കര ഇഷ്യൂ ആവും. നിങ്ങൾക്ക് പിന്നെ ഇവിടെ വിസ റിന്യൂവൽ ചെയ്യാൻ പറ്റില്ല, പിന്നെ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. സോ അതുകൊണ്ടാണ് ഇവർ പറയുന്നത് എപ്പോഴും നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ പുതിയ അഡ്രസ്സിലേക്ക് എപ്പം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം പഴയ അഡ്രസ്സ് എങ്ങാനും പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഡെമോളിഷ് ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പുതിയ അഡ്രസ്സിലേക്ക് മാറാന്ന് പറയുന്നത് ഭയങ്കര റിസ്ക്കാണ്. സോ നിങ്ങൾ മാറുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ അക്കോമഡേഷൻ മാറുമ്പോൾ നിങ്ങളുടെ സിവിൽ ഐ ഡിയിലും അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഫ്ലാറ്റ്സിന്റെ റേറ്റ് ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റിന് ഇവിടെ സ്റ്റാർട്ടിംഗ് റേറ്റ് തന്നെ നമുക്ക് വരുന്നത് ഒരു 1 BHK സ്റ്റാർട്ട് ചെയ്യുന്നത് 150 KD ഒക്കെ തൊട്ട് തന്നെ ഉള്ളേരിയയിലേക്ക് കിട്ടാനുണ്ട്. പിന്നെ നിങ്ങൾ ഫർവാനിയിലേക്ക് ഇപ്പോൾ വരുവാണെന്നുണ്ടെങ്കിൽ 200 KD ഒക്കെ വെച്ച് നമുക്ക് കിട്ടും. പിന്നെ സാൽമി അങ്ങനത്തെ പോകുമ്പോൾ നല്ല രീതിയിൽ ഇപ്പൊ ഇത്ര ഇങ്ങനെ ചിന്തിച്ചാൽ മതി. നല്ല സിറ്റി ആണെന്നുണ്ടെങ്കിൽ നല്ല അതിനനുസരിച്ചുള്ള റേറ്റ് കാര്യങ്ങളൊക്കെ കൂടും. 2 BHK ആണെന്നുണ്ടെങ്കിൽ ഒരു 50 KD മോർ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ പിന്നെ നിങ്ങളിപ്പോൾ സിംഗിൾ ആയിട്ടാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു സിംഗിൾ വേണം, സിംഗിൾ ആയിട്ടാണ് ഒരു റൂം നോക്കുന്നുണ്ടെങ്കിൽ 40 KD 50 KDക്കൊക്കെ സ്റ്റാർട്ടിങ് ഉണ്ട് ഉള്ളേരിയയിൽ. പിന്നെ ഇവിടെ ഫർവാനിയിലേക്ക് വരുവാണെങ്കിൽ ഒരു 80 KD ഒക്കെ വരും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരാളെയും കൂടി ചേർത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് 40 KDയിലേക്ക് നിർത്താം. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും കിട്ടുന്നതെന്ന് പറഞ്ഞാൽ കോമൺ കിച്ചൺ ആയിരിക്കും, കോമൺ ബാത്റൂം ആയിരിക്കും. പിന്നെ നമ്മൾ എപ്പോഴും മാറുമ്പോൾ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, നമ്മളുടെ ഇൻക്ലൂഡിങ് ആണോ എല്ലാ കാര്യങ്ങളും. ഇവിടെ പൊതുവെ ഇലക്ട്രിസിറ്റിയും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക വാട്ടറൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടായിരിക്കും തരുന്നത്. പിന്നെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് ഗ്യാസാണ്. അതൊരു തുച്ഛമായ, ഇപ്പം നിങ്ങൾ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തുച്ഛമായ സംഭവമായിരിക്കും. അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുകയാണ് എങ്ങനെയാണ്. പിന്നെ ഇവിടെ വേറൊരു സംഭവമുണ്ട്, മെസ്സ് അടക്കം കിട്ടുന്ന ചെറിയ ഏരിയാസ് ഉണ്ട്. മെസ്സ് അടക്കം ഒരു 50 KDക്കൊക്കെ റൂം പ്ലസ് മെസ്സൊക്കെ കിട്ടും. അപ്പോൾ റൂം എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ റൂമായിരിക്കും, കിച്ചൺ കാര്യങ്ങളൊന്നും അവൈലബിൾ ആയിരിക്കില്ല, ജസ്റ്റ് ബാത്റൂമും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. സോ അങ്ങനത്തെ റൂം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഫാമിലി ആയിട്ടാണ് താമസിക്കുന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ടുള്ള കുറേ ഏരിയാസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. പിന്നെ ഷെയറിങ്ങിനാണെന്നുണ്ടെങ്കിൽ ഒരു 20 KDക്കൊക്കെ ബിലോ 20 KDക്കൊക്കെ റെന്റിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ എനിക്കൊക്കെ വരുന്നത് 40 KD ആണ്. സോ എൻ്റെ പകുതിക്കൊക്കെ ഇവിടെ റെന്റിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. സോ ഒരു ചിലപ്പോൾ ഒരു റൂമിൽ ചിലപ്പോൾ 4-5 പേരൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. പക്ഷേ നമ്മുടെ കുവൈറ്റ് റൂൾ അനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു പറയുന്ന ഒരു റൂമിൽ 3 പേര് പാടുള്ളൂ എന്നാണ് അവർ പറയുന്നത്. 3-2 പേരൊക്കെയാണ് ഒരു മാക്സിമം പാടുള്ളൂ എന്നൊക്കെയാണ് അവർ പറയുന്നത്. സോ അതൊക്കെയാണ് റൂള് പറയുന്നത്. പക്ഷെ എപ്പോഴും ചില ആൾക്കാർ ഇപ്പോഴും 7, 9, 10 പേരൊക്കെ ഫ്ലാറ്റിൽ 12 പേരൊക്കെ നിൽക്കുന്നവരുണ്ട്. ഒരു റൂമിൽ 4 പേരും 3 പേരും നിൽക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. സോ റൂൾ അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ തവണ തീ പിടിച്ചതിന് ശേഷം ഭയങ്കര ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. സോ നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ളേരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര രീതിയിലുള്ള നമുക്ക് റേറ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ അത് പറഞ്ഞ പോലെ ഗ്രാൻഡും പിന്നെ അതുപോലെ തന്നെ ഹൈപ്പർ മാർക്കറ്റ്സും ഒന്നും അവൈലബിൾ ആയിരിക്കില്ല. നമ്മൾ കുറച്ച് 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഒക്കെ നടക്കേണ്ടി വരും. സോ എപ്പോഴും നമ്മളിപ്പോൾ ആഴ്ചയിലൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഇത്ര കിലോമീറ്റർ ഒക്കെ താണ്ടി പോകണ്ടേ. സോ ബെറ്റർ എന്ന് പറയുന്നത് 5 KD കൂടുതലാണെങ്കിലും നല്ലൊരു സിറ്റി സൈഡിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഉള്ളേരിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിനെക്കാടും ഭയങ്കര വൃത്തിയില്ലാത്ത സ്ഥലങ്ങളും ഇവിടെയുണ്ട്. ഡ്രെയിനേജ് സിസ്റ്റം ചിലപ്പോൾ കറക്റ്റായിട്ട് വരില്ല, ചിലപ്പോൾ അങ്ങനത്തെ കുറെ പഴയ ബിൽഡിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര മോശമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും. എപ്പോഴും ഈ മൂട്ട ശല്യം പിന്നെ അതുപോലെ തന്നെ കോക്രോച്ചിന്റെ ഒക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ പൊതുവെ നമ്മുടെ ഈ ഗൾഫ് ഏരിയയിലൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മൂട്ടയുടെ ശല്യമുണ്ട്. ഇപ്പം നിങ്ങൾ എവിടെ ചെന്നാലും മൂട്ടയുണ്ടോന്ന് ആദ്യം ചെക്ക് ചെയ്യുക. മൂട്ട വന്നു കഴിഞ്ഞാൽ പിന്നെ സാധനം പോകാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു 5 KD ഡിഫറൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല സിറ്റി സെന്ററിൽ നല്ല അതുപോലെ തന്നെ പുതിയ ബിൽഡിംഗ് എടുക്കാൻ ഞാൻ പറയുള്ളൂ. ചില ഫ്ലാറ്റുകൾ ചില ഏരിയാസിലൊന്നും ബാച്ചിലേഴ്സിന് അവർ അലൗ ചെയ്യില്ല. കാരണം അവിടെ ഫാമിലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ അലൗ ചെയ്യില്ല. സോ അങ്ങനത്തെ കുറച്ച് ഏരിയാസും ഉണ്ട്. സോ ബാച്ചിലേഴ്സിനൊക്കെ റൂം കിട്ടാനൊക്കെ പറയണത് ചില ഏരിയയിൽ ഭയങ്കര റിസ്ക് ആണ്. സോ നിങ്ങൾ അങ്ങനത്തെ ഏരിയ ഒക്കെ കണ്ടുപിടിക്കുക. ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ എന്തായാലും റൂമിലേക്ക് പോവാണ്. അപ്പോൾ ചെറിയ വീഡിയോ ആണ്,
ഇൻഫോർമേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് കുവൈറ്റിലെ ഇങ്ങനത്തെ പറഞ്ഞ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി പറഞ്ഞ പോലെ നമുക്ക് ഓഫ് കിട്ടുന്ന ഡേയ്സ് ഒക്കെയാണ് ഇപ്പോൾ വീഡിയോസ് എടുക്കാൻ വേണ്ടി പറ്റുന്നത്. അതാണ് ആഴ്ചയിൽ ഒരു വീഡിയോ, സിംഗിൾ വീഡിയോ എന്നുള്ള രീതിയിൽ വരുന്നത്. കാരണം ബാക്കിയുള്ള എല്ലാ ഡേയ്സിലും ഭയങ്കര തിരക്കാണ്. സോ നമുക്ക് കീപ്പ് എന്താ പറയുക ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ബൈ ബൈ, സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.